പ്രിയ വിദ്യാർത്ഥികളെ, ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 6ാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകൾ എന്നും ഓപ്പറേറ്റേഴ്സ് എന്താണെന്നും എക്സ്പ്രഷൻ എന്താണെന്നും സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ആവശ്യമാണ് എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഡാറ്റ ടൈപ്പുകളെ കുറിച്ചും ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചും എക്സ്പ്രഷൻസിനെ കുറിച്ചും അതിനു മുമ്പ് ഡാറ്റ ടൈപ്പുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് വിവിധ ഡാറ്റ ടൈപ്പുകൾ, അങ്ങനെയൊക്കെ അതിനു മുമ്പുള്ള ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളുടെ ബേസിക് ആയിട്ട് പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ചാപ്റ്ററാണ് ഈ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം എന്നുള്ള കാര്യമാണ്. ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു C++ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് എന്നുള്ളതാണ്. ഫംഗ്ഷൻസ് എന്നുള്ള പേര് ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? ഐഡന്റിഫൈന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ഫംഗ്ഷന് പേര് കൊടുക്കുന്നതിനെയാണ് ഫംഗ്ഷൻ നെയിം എന്നൊക്കെ പറയുന്നതെന്ന് നമ്മൾ ഐഡന്റിഫയറിലൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഫംഗ്ഷൻ എന്താണ്, എങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാം, ഫംഗ്ഷന്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഇയർ സിലബസിൽ പഠിക്കാനുണ്ട്. ഇന്നിപ്പോ ജസ്റ്റ് മനസ്സിലാക്കുക ഫംഗ്ഷൻ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു C++ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഫംഗ്ഷൻസ്. അപ്പൊ ഇങ്ങനെ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോഴും ഏതൊരു C++ പ്രോഗ്രാമിലും നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു ഫംഗ്ഷനാണ് മെയിൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഈ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം കുറെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകേണ്ടി വരിക. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു C++ പ്രോഗ്രാം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് മെയിൻ എന്നുള്ളത്. ഒരു മെയിൻ ഫംഗ്ഷന്റെ എഴുതിക്കൊണ്ട് മാത്രമേ നമുക്കൊരു C++ പ്രോഗ്രാം, ഒരു മെയിൻ ഫംഗ്ഷൻ എങ്കിലും എഴുതിക്കൊണ്ട് മാത്രമേ നമുക്കൊരു C++ പ്രോഗ്രാമിനെ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ പറയുന്നതിൽ നല്ലത് നമുക്ക് അതിന്റെ സ്ട്രക്ചർ എന്താണ് ആദ്യം എന്നുള്ളത് കാണാം. ഒരു C++ പ്രോഗ്രാം എഴുതിയാൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആദ്യം എഴുതിയിട്ടുണ്ട് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് 2 ആംഗിൾ ഓപ്പണിംഗ് ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഹെഡർ ഫയൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ യൂസിംഗ് നെയിം സ്പേസ് ഐഡന്റിഫയർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ ഇന്റ് മെയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. മെയിൻ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്. ആ മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് അത് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആയിട്ട് കൂടെ ചേർക്കുന്നത്. അതിന് താഴെ നിങ്ങൾക്ക് കാണാം ഒരു ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ് കാണാം. വിവിധ തരത്തിലുള്ള ബ്രാക്കറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പങ്ക്ച്വേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള പങ്ക്ച്വേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെയുണ്ട് വിവിധ തരം ബ്രാക്കറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പൺ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇതുപോലുള്ള കേളി ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ കേളി ബ്രാക്കറ്റ് ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്, ആവശ്യകതകളുണ്ട് കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേളി ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ്മെന്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്രത്തോളം സ്റ്റേറ്റ്മെന്റ്സുകൾ നമുക്ക് ആ ഉൾഭാഗത്ത് എഴുതി കൊടുക്കാവുന്നതാണ്. നമുക്ക് എന്ത് പ്രോസസ്സാണോ ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ആ ഭാഗത്ത് എഴുതി കൊടുക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് റിട്ടേൺ 0 എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണെന്ന് വഴിയെ പറയാം. അതിനുശേഷം ആ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ലൈൻ ശ്രദ്ധിക്കുക, ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ ഹാഷ് ഇൻക്ലൂഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്ന ആ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ ആ ഭാഗത്തെയാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. പ്രീ പ്രോസസർ ഡയറക്റ്റീവിന് ശേഷം ആംഗിൾ ബ്രാക്കറ്റ്സിനുള്ളിൽ, ഓക്കെ, നേരത്തെ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ്സ് പറഞ്ഞു, കേളി ബ്രാക്കറ്റ്സ് പറഞ്ഞു, സ്ക്വയർ ബ്രാക്കറ്റ്സ് പറഞ്ഞു, അതുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ബ്രാക്കറ്റാണ് ആംഗിൾ ബ്രാക്കറ്റ്സ്. ഓക്കെ, ആംഗിൾ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നു ഹെഡർ ഫയൽസ്. എന്താണ് ഹെഡർ ഫയൽസ് എന്നുള്ളത് വഴിയെ പറയാം. അപ്പം ഒരു ആദ്യത്തെ C++ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സും ഹെഡർ ഫയൽസും ഒക്കെ കൂടി ചേർന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ലൈനിൽ നിങ്ങൾക്ക് കാണാം യൂസിംഗ് നെയിം സ്പേസ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് വിവിധ തരത്തിലുള്ള ഒബ്ജക്റ്റുകളെയോ ഫംഗ്ഷനുകളെയോ ഡാറ്റ ടൈപ്പുകളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതി വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വഴിയെ പറയാം.
അതിനുശേഷമാണ് നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട മെയിൻ ഫംഗ്ഷൻ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ മെയിൻ ഫംഗ്ഷന്റെ ഹെഡർ പാർട്ട് ആദ്യം എഴുതുന്നുണ്ട്. അവിടെ ഇന്റ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, മെയിൻ എന്നുള്ള ഫംഗ്ഷന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റും ക്ലോസിംഗ് കേളി ബ്രാക്കറ്റും കാണാം. അതിന്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നത് അല്ലെ. അപ്പൊ ആ ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റിന്റെയും ക്ലോസിംഗ് കേളി ബ്രാക്കറ്റിന്റെയും ഉള്ളിൽ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ഫംഗ്ഷന്റെ ബോഡി എന്ന് പറയാം, അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഒരു മെയിൻ ഫംഗ്ഷന്റെ ബോഡി അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആ രണ്ട് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇതാണ് ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോൾ C++ പ്രോഗ്രാം എഴുതിയാലും ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും അത് എഴുതുക. ആദ്യം തന്നെ നമ്മൾ ഈ പറഞ്ഞ എന്തുണ്ടാവും, പ്രീ പ്രോസസർ ഡയറക്റ്റീവും അതിന്റെ കൂടെ ഹെഡർ ഫയലും ഉണ്ടാകും. അതിനുശേഷം യൂസിംഗ് നെയിം സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉണ്ടാകും. അതിനുശേഷം നമ്മൾ ഒരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ എഴുതും. മെയിൻ തന്നെയാണ് ആ ഫംഗ്ഷന്റെ പേര്, എപ്പോഴും നമ്മൾ മെയിൻ എന്ന് തന്നെയാണ് പേര് കൊടുക്കുക. ഇന്റ് മെയിൻ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ എഴുതി കൊടുക്കുക. ഏറ്റവും അവസാനം റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാർച്ചിലെ പബ്ലിക് എക്സാം, കഴിഞ്ഞ മാർച്ചിലെയാണോ അതോ ഇംപ്രൂവ്മെന്റ് എക്സാമിനാണോ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. സ്ട്രക്ചർ എഴുതാൻ വേണ്ടിയിട്ട് 2 മാർക്കിനോ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്, വാട്ട് ഈസ് ദി സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ സ്ട്രക്ചർ അറിയാതെ നമുക്കൊരു പ്രോഗ്രാം ഒരിക്കലും എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രക്ചർ എന്നതാണ്. ഒരു പ്ലാൻ ആണ്. നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് അതിൽ വ്യക്തമായിട്ടൊരു പ്ലാൻ വരയ്ക്കും. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീട് ഉണ്ടാക്കുക അല്ലെ. എന്ന് പറഞ്ഞതുപോലെ ഒരു C++ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇതാണ്. ഈ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആക്കി ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം, പക്ഷേ ഈ സ്ട്രക്ചർ അത് നിർബന്ധമായിട്ടും അവിടെ പാലിക്കപ്പെട്ടിരിക്കണം. ഓക്കെ, ഇനി ഈ സ്ട്രക്ചറിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നുള്ള കാര്യം. ഓക്കെ, പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. അപ്പൊ അതെന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്താണ് എന്നുള്ളത്. എല്ലാ C++ പ്രോഗ്രാമും ആരംഭിക്കുന്നത് ഈ ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ C++ പ്രോഗ്രാമും ആരംഭിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഓഫ് എ C++ പ്രോഗ്രാം ഇസ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എവറി C++ പ്രോഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. അപ്പോൾ അതൊരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഹാഷ് എന്നുള്ള ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം. അപ്പം പ്രീ പ്രോസസർ ഡയറക്റ്റീവിന്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ ആണ് ഹാഷ് എന്ന് പറയുന്നത്. ഈ ഹാഷ് സിമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ്. അപ്പം ഈ പ്രീ പ്രോസസർ ഡയറക്റ്റീവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ കമ്പൈലർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയാം. ഓക്കെ, കമ്പൈലർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. കമ്പൈലറിന് ചില ഡയറക്ഷൻസ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. എന്ത് ഡയറക്ഷൻസ്? അതായത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചില ഇൻഫർമേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രീ പ്രോസസർ ഡയറക്റ്റീവ് കമ്പൈലറിന് നൽകുക. ഓക്കെ, അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യപ്പെടുന്നതിന് മുമ്പ് അവിടെ ചില കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ചില ഹെഡർ ഫയലിൽ നിന്നുള്ള വാല്യൂസ് പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചില ഒബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രോഗ്രാമിലേക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും അവിടെ പ്രോസസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടാവും. കാരണം ആ കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. അപ്പൊ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങളെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കമ്പൈലറിന് മുൻകൂട്ടി നിർദ്ദേശം കൊടുക്കുന്ന വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ അത് എഴുതി കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം ഇത് ആദ്യമേ പ്രോസസ്സ് ചെയ്യപ്പെടണം. അപ്പം they are the compiler directive statements. They use to, അല്ലെങ്കിൽ they give information to the compiler to process some informations. ഏതെങ്കിലും അവിടെ കൊടുത്തിരിക്കുന്ന എന്ത് ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ എന്ത് റിസോഴ്സ് ആണോ അതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അത്തരം സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു പ്രീ പ്രോസസർ ഡയറക്റ്റീവിന്റെ തുടക്കം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചേർത്തിട്ടുണ്ടാവും, ഹാഷ് എന്നുള്ള ഒരു സിമ്പിൾ ചേർത്തിട്ടുണ്ടാവും. പിന്നെ ഇത് ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെ ആ രീതിയിലല്ല പരിഗണിക്കുന്നത്. അതിനൊരു സെമിക്കോളൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല ഇത്.
കമ്പൈലറിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതെന്ന് മാത്രമുള്ളൂ. അവിടെ പ്രത്യേകിച്ച് എക്സിക്യൂഷൻസ് ഒന്നും നടക്കുന്നില്ല. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എഴുതിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടന്ന് അതിന് പ്രത്യേകം ഒരു ഔട്ട്പുട്ട് ഒക്കെ ജനറേറ്റ് ചെയ്യുക, അങ്ങനെയില്ല. അതൊരു നിർദ്ദേശം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അവസാനം എന്തുണ്ടാവില്ല, സെമി കോളൻ ഉണ്ടാവില്ല. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റേറ്റ്മെന്റ് ആണ് എങ്കിൽ അതിന്റെ അവസാനം സെമി കോളൻ വേണം എന്നുള്ളത്. ഓക്കെ, അപ്പം അതാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. നമുക്കൊക്കെ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് തന്നെയാണ്. ഹാഷ് ഇൻക്ലൂഡ് അല്ലാതെ മറ്റ് പ്രീ പ്രോസസർ ഡയറക്റ്റീവുകളുണ്ട്. ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡെഫ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രീ പ്രോസസർ ഡയറക്റ്റീവുകളൊക്കെ ഉണ്ട്. ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡെഫ് തുടങ്ങിയ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. ആ എക്സാമ്പിളുകളൊന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴൊക്കെയോ ഏതോ 1-2 എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ ലൈനിൽ തന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്. അതാണ് ഹെഡർ ഫയൽസ് എന്ന് പറഞ്ഞ കാര്യം. ഹെഡർ ഫയൽസ്. അപ്പൊ എന്താണ് ഹെഡർ ഫയൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ലൈബ്രറി ഫയൽസ്. ലൈബ്രറിയുടെ പ്രത്യേകത നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് ലൈബ്രറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ കുറെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ്, അല്ലെ? ബുക്കിന്റെ ഫോർമാറ്റിലൊക്കെ ആണെന്ന് മാത്രം. ഡിജിറ്റൽ ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ട്, അല്ലാതെ ലൈബ്രറീസ് ഉണ്ട്. അപ്പൊ എന്തായാലും വിവിധ തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അവിടുന്ന് അവൈലബിൾ ആവുക. അപ്പൊ ഇവിടെയുള്ള ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത് ദേ ആർ ഓൾസോ സം C++ ലൈബ്രറി ഫയൽസ്. നമുക്ക് പ്രോഗ്രാമിലേക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളെയും വിവിധമായ രീതികളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഈ പറയുന്ന ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. അവിടെ വിവിധ തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ, ഫംഗ്ഷനുകൾ, പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് ആണ് എന്ന് പറയുന്നത് ഹെഡർ ഫയൽസ് അല്ലെങ്കിൽ ലൈബ്രറി ഫയൽസ് എന്ന് പറയുന്ന ഫയൽ. വിവിധ തരത്തിലുള്ള ഫംഗ്ഷനുകൾ, ഒബ്ജക്റ്റുകൾ, പ്രീഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഏതെങ്കിലും റിസോഴ്സുകൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള അത് ഏത് ഹെഡർ ഫയലിലാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഹെഡർ ഫയലിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അപ്പം നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ്, അത് ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രീഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആയിരിക്കാം, എന്തുമായിക്കോട്ടെ. ഈ ഒരു റിസോഴ്സ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആവശ്യമുണ്ട് എങ്കിൽ ആ ഹെഡർ ഫയൽ, അത് ഏത് ഹെഡർ ഫയലിലായിട്ടാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഹെഡർ ഫയലിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ഹെഡർ ഫയലുകളുണ്ട്. പല പല കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ഹെഡർ ഫയലുകളുണ്ട്. ഇതിൽ ഏത് ഹെഡർ ഫയലാണോ നമുക്ക് ആവശ്യം ആ ഹെഡർ ഫയലിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സ്റ്റേറ്റ്മെന്റ്സിൽ പറഞ്ഞിരുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അല്ലെ? അപ്പം ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രീം ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് cin എന്ന് പറയുന്നത്, അല്ലെ? അതേപോലെ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രീം ഒബ്ജക്റ്റ് ആണ് cout എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് അത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ cin എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും cout എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹെഡർ ഫയലിന്റെ അകത്താണ്. ആ ഹെഡർ ഫയലിനെയാണ് നമ്മൾ IO സ്ട്രീം എന്നുള്ള ഒരു ഹെഡർ ഫയലായിട്ട് വിളിക്കുന്നത്. IO സ്ട്രീം, IO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്ട്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്ട്സ്. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റുകളായിട്ടുള്ള cin, cout തുടങ്ങിയ ഒബ്ജക്റ്റുകളൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. ഇതൊക്കെ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം ഒബ്ജക്റ്റുകളൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് IO സ്ട്രീം എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കമ്പൈലറിന് ഇങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തുന്നു എന്ന് നിർദ്ദേശം കൊടുക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? പ്രീ പ്രോസസർ ഡയറക്റ്റീവിന്റെ കൂടിയാണ്. അപ്പൊ പ്രീ പ്രോസസർ ഡയറക്റ്റീവിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരം ഹെഡർ ഫയലുകൾ നമ്മൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ആദ്യത്തെ ലൈൻ നമ്മൾ എഴുതേണ്ടത് അങ്ങനെയാണ്. അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഹെഡർ ഫയൽ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ cin, cout ഒക്കെ എനിക്ക് പ്രോഗ്രാമിൽ ആവശ്യമുണ്ട് എങ്കിൽ ഏത് ഹെഡർ ഫയൽ ഞാൻ ആംഗിൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കണം? IO സ്ട്രീം എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ കൊടുക്കണം. എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. അതേപോലെ മറ്റ് വിവിധ തരത്തിലുള്ള ഹെഡർ ഫയലുകളുണ്ട്. CMath എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉണ്ട്, CSTDIO എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉണ്ട്, CC ടൈപ്പ് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉണ്ട്, C string എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഹെഡർ ഫയലുകളുണ്ട്. നമുക്ക് ഏത് ഹെഡർ ഫയലാണോ ആവശ്യം വരുന്നത് ആ ഹെഡർ ഫയൽ ഈ രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ ഹെഡർ ഫയൽസുകൾ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നാൽ ഇപ്പൊ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് എഴുതി, ഇനി മറ്റൊരു ഹാഷ് ഇൻക്ലൂഡ് CC ടൈപ്പ് എന്നും കൂടെ എനിക്ക് എഴുതാമെന്ന് വിചാരിക്കും. അപ്പൊ രണ്ടാമത്തെ ഒരു ലൈനിൽ ഹാഷ് ഇൻക്ലൂഡ് CC ടൈപ്പ് എന്നും കൂടെ എഴുതി കൊടുക്കുക.
ഓക്കെ, അങ്ങനെയാണ് ഹെഡർ ഫയലുകൾ വിവിധ രീതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ക്ലിയർ? ഇനി അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യമാണ് നെയിം സ്പേസ് എന്ന് പറഞ്ഞ കാര്യം. ഈ നെയിം സ്പേസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ? അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും, മക്കളുണ്ടാവും, ചിലപ്പം വല്യപ്പനും വല്യമ്മയുണ്ടാവും, കസിൻസോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ വ്യത്യസ്തമായ പേരുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലെ? ഒരു വീട്ടിൽ തന്നെ ചേട്ടനും അനിയനും ഒരേ പേര് കൊടുക്കില്ല, വ്യത്യസ്തമായ പേരുകളാണ് കൊടുക്കുക. ശരിയല്ലേ? കാരണം അവരെ ഐഡന്റിഫൈ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിലുള്ള ആ ഒരു വീട് എന്നുള്ളൊരു സ്പേസിനെ പരിഗണിക്കുക, ഒരു ഗ്രൂപ്പിനെ പരിഗണിക്കുക. അതിന്റെ ഉള്ളിൽ വ്യത്യസ്തമായിട്ട് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഓരോരുത്തർക്ക് പേര് കൊടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യനും അതേ പേര് തന്നെ ഉണ്ടാവാം. പക്ഷെ ഈ വീട്, ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ, ഈ ഒരു വീട് എന്ന് പറഞ്ഞ സ്പേസിനുള്ളിൽ അവിടെ അയാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പുറമേ നിന്നും വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലുള്ള അതേ ഒരു പേരിൽ തന്നെ അടുത്ത വീട്ടിലും ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, സപ്പോസ് അരുൺ എന്നുള്ളൊരു പേര് അന്വേഷിച്ചാണ് ഒരാൾ വരുന്നതെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ വീട്ടിലും അരുൺ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, രണ്ടാമത്തെ വീട്ടിലും അരുൺ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അരുൺ എന്നുള്ള പേര് മാത്രം പറഞ്ഞാൽ ഒന്നാമത്തെ വീട്ടിലെ കുട്ടിയാണോ രണ്ടാമത്തെ വീട്ടിലെ കുട്ടിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ കൂടെ എന്തുകൂടെ ചേർക്കാം? ആ സ്പേസിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഹൗസ് നെയിം കൂടെ ഉൾപ്പെടുത്താം. ഇന്ന വീട്ടിലെ അരുൺ എന്ന് പറഞ്ഞ കുട്ടി എന്ന് ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ക്ലിയർ? എന്ന് പറഞ്ഞതുപോലെ പ്രോഗ്രാമിംഗിന്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വേരിയബിൾസോ ഐഡന്റിഫയേഴ്സോ ഒക്കെ നമ്മൾ ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പൊ ഒരു കറക്റ്റ് സ്പേസിനുള്ളിൽ, നമുക്ക് ആവശ്യമുള്ള ഒരു സ്പേസിനുള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന ഐഡന്റിഫയേഴ്സിനെല്ലാം വ്യത്യസ്തമായ പേരുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ഒരേ പേരിൽ തന്നെ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല, ഒരേ പേരിൽ തന്നെ രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുണ്ട്. അപ്പം കുറെ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഫംഗ്ഷന്റെയും പേര് ഡിഫറെന്റ് ആയിരിക്കണം. കുറെ വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ വേരിയബിൾസിന്റെയും പേര് ഡിഫറെന്റ് ആയിരിക്കണം. അങ്ങനെ നിർബന്ധമുണ്ട്. അപ്പം C++ലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നെയിം സ്പേസ് ആണ് STD എന്ന് പറഞ്ഞ ഒരു നെയിം സ്പേസ്. STD എന്ന് പറഞ്ഞ നെയിം സ്പേസ് ആണ് C++ലെ ഏറ്റവും സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഈ നെയിം സ്പേസിനെ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കും. അതായത് യൂസിങ് നെയിം സ്പേസ് STD എന്ന് എഴുതി കൊടുക്കും. അങ്ങനെ എഴുതി കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, സപ്പോസ് CIN COUT തുടങ്ങിയ ഒബ്ജക്റ്റുകൾ ഞാൻ ഈ STD എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെയിം സ്പേസിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. CIN COUTനെയൊക്കെ ഈ ഹെഡർ ഫയൽസ് നിന്നും IOStream എന്നുള്ള ഹെഡർ ഫയൽസ് നിന്നും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ STD പിന്നെ 2 കോളൻ അതിനുശേഷം CIN, അല്ലെങ്കിൽ STD 2 കോളൻ അതിനുശേഷം COUT, ആ രീതിയിൽ എനിക്ക് എഴുതേണ്ടതായിട്ട് വന്നേനെ. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ കോഡുകൾ, ഒബ്ജക്റ്റുകളെ ഉപയോഗിക്കുക എന്ന് പറയുന്നതിന്റെ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു കറക്റ്റ് നെയിം സ്പേസിനുള്ളിലുള്ള വാല്യൂസ് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസിങ് നെയിം സ്പേസ്, ഏത് നെയിം സ്പേസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്? STD എന്നുള്ള സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുക. അപ്പം ഇനി എന്തോ ഉള്ളൂ, ഇന്ന വീട്ടിലെ ഒന്നാമത്തെ വീട്ടിലെ മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെ ചെന്ന് അരുൺ എന്ന് ചോദിച്ചാൽ മതി. അവിടെ ചെന്ന് പിന്നെ ഇന്ന വീട്ടിലെ അരുൺ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞ മാതിരി ഇന്ന STD എന്ന് പറഞ്ഞ നെയിം സ്പേസ് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ STD എന്ന് പറഞ്ഞ നെയിം സ്പേസിലെ ഒബ്ജക്റ്റുകളോ ഐഡന്റിഫയേഴ്സിനെ കുറിച്ച് മാത്രം അവിടെ ചിന്തിച്ചാൽ മതി. അപ്പൊ STD എന്നുള്ള വീട്ടുപേര് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ആ ഒരു പേരിന്റെ ആ പ്രാധാന്യം നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് CIN COUT തുടങ്ങിയ ഒബ്ജക്റ്റുകളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് യൂസിങ് നെയിം സ്പേസ് എന്ന്. അവിടെ ഐഡന്റിഫൈന്റെ സ്ഥാനത്ത് നമ്മൾ STD ആണ് ഏറ്റവും കോമൺ ആയിട്ട് ചേർക്കുക. ഓക്കെ, STD എന്നുള്ള നെയിം സ്പേസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതാണ് നെയിം സ്പേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ഒരു കാര്യമാണ്, മൂന്നാമത്തെ ലൈനിൽ വരുന്നതാണ് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, മെയിൻ ഫംഗ്ഷന്റെ എല്ലാ C++ പ്രോഗ്രാമിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഫംഗ്ഷൻ ആണ് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എങ്കിലും ഉണ്ടായിരിക്കണം. ആ ഫംഗ്ഷൻ ഏതായിരിക്കണം? മെയിൻ ആയിരിക്കണം. മെയിൻ അല്ലാതെ മറ്റു ഫംഗ്ഷനുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കുക, അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ നിർബന്ധമായിട്ടും മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതിന്റെ പേര് മെയിൻ എന്ന് തന്നെയായിരിക്കണം, സ്മോൾ ലെറ്ററിൽ മെയിൻ എന്ന് തന്നെയായിരിക്കണം എഴുതുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു പേര് മെയിൻ ഫംഗ്ഷന് കൊടുക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, ഈ മെയിൻ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, the execution of C++ program starts at main function and ends at main function. ഒരു C++ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്? മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലാണ്, പുറത്തൊന്നല്ല. മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെയാണ് അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സിക്യൂഷൻ അവസാനിക്കുന്നതും മെയിൻ ഫംഗ്ഷനിൽ തന്നെയാണ്.
അപ്പൊ മറ്റ് ഫംഗ്ഷനുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ടാണ് മറ്റു ഫംഗ്ഷൻസിനെ നമുക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഫംഗ്ഷൻസ് പഠിക്കാൻ നമുക്ക് കൂടുതൽ മനസ്സിലാവും. രണ്ടാമത്തെ വർഷം സെക്കൻഡ് ഇയറിലാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. മെയിൻ ഫംഗ്ഷൻ അല്ലാതെ മറ്റു ഫംഗ്ഷനുകൾ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഈ പറഞ്ഞ മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ടാണ് അതിനെ നമ്മൾ ആക്സസ് ചെയ്യുക. ക്ലിയർ? ഇതാണ് മെയിൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് അവിടെ ഉണ്ടാവും. അതിന്റെ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ നമ്മൾ വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. അതിപ്പോ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആവാം, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആവാം, ചിലപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആവാം, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആവാം. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ? ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് പ്രോസസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് അതിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പൊ മെയിൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ് എല്ലാ C++ പ്രോഗ്രാമിന്റെയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും മെയിൻ ഫംഗ്ഷനിലാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, എവരി C++ പ്രോഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ പ്രോഗ്രാമും എഴുതി തുടങ്ങുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവിലാണ്. പക്ഷെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും എവിടെയാണ്? മെയിൻ ഫംഗ്ഷനിലാണ്. എക്സിക്യൂഷനും എഴുതുന്ന സ്റ്റാർട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്ന എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ല എന്ന് പറഞ്ഞത്. അത് എക്സിക്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നേ ഇല്ല. എക്സിക്യൂഷൻ നടക്കുന്ന എവിടെ മാത്രമാണ്? ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ക്ലിയർ? മറ്റേ ഒന്നും എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സേ അല്ല. നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ആ കാര്യങ്ങൾ എഴുതും. സ്റ്റാർട്ടിങ് റൈറ്റിംഗ് പ്രോഗ്രാം എഴുതുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിൽ നിന്നാണ്. പക്ഷേ ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ നമ്മുടെ സിസ്റ്റത്തിൽ എഴുതി കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ എക്സിക്യൂഷൻ നടക്കുന്നത് മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലാണ്. ക്ലിയർ? മെയിൻ ഫംഗ്ഷനിൽ ഏറ്റവും അവസാനമായിട്ട് റിട്ടേൺ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയായിട്ട് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ മെയിൻ ഫംഗ്ഷന്റെ തൊട്ട് മുമ്പ് ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ കോമൺ ആയിട്ട് ഇന്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷന് ഒരു ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുകയാണ്, ഇന്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ്. അതൊരു ഇന്റിജർ ഡാറ്റ ടൈപ്പിൽ ഡിഫൈൻ ചെയ്തത് കൊണ്ടാണ് താഴെ റിട്ടേൺ എന്നുള്ളതിന്റെ കൂടെ 0 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ റിട്ടേൺ 0 എന്നുള്ള വാല്യൂ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനെ കാര്യമായിട്ട് ബാധിക്കുകയൊന്നുമില്ല. അത് ഇന്റ് ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ജീനി C++ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എഡിറ്റർ ആണ് ഇവിടെ കമ്പൈലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ജീനി C++നെ സംബന്ധിച്ചിടത്തോളം മെയിൻ ഫംഗ്ഷന് ഡാറ്റ ടൈപ്പ് ആയിട്ട് ഇന്റ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാത്ത ഡാറ്റ ടൈപ്പുകളോ അല്ലെങ്കിൽ വോയിഡ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൊടുത്താൽ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അതേസമയത്ത് ടർബോ C++ എന്നൊക്കെ പറയുന്ന മറ്റ് കമ്പൈലറുകളുണ്ട്. C++ പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന കമ്പൈലർ ആപ്ലിക്കേഷൻസ് ആണ് ഈ ടർബോ C++ എന്നൊക്കെ പറയുന്നത്. അത്തരം കമ്പൈലറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ മെയിൻ ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഇന്റ് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. അവിടെ വോയിഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതുക വേണ്ട. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ സിലബസിൽ നമ്മൾ GCC അല്ലെങ്കിൽ ജീനി C++ എന്ന് പറഞ്ഞുള്ള ടെക്സ്റ്റ് എഡിറ്റർ ആണ് കമ്പൈലർ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്നു. ഇന്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് മെയിൻ ഫംഗ്ഷനെ തൊട്ട് മുമ്പ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ആ ഡാറ്റ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഒരു ഡാറ്റ ടൈപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ടൈപ്പ് തന്നെയുള്ള ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. അപ്പൊ ഇന്റ് ഡാറ്റ ടൈപ്പിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ റിട്ടേൺ 0 എന്ന് കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ഫംഗ്ഷന്റെ പ്രത്യേകത. ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉള്ളതിനെ മെയിൻ ഫംഗ്ഷന്റെ ബോഡി അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്നൊക്കെയാണ് പറയുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 സാമ്പിൾ പ്രോഗ്രാംസ് കാണിക്കാം. ആദ്യം കാണിക്കുന്ന ഒരു പ്രോഗ്രാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രിംഗ്, ഒരു മെസ്സേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, ഹായ് വെൽക്കം ടു C++ എന്നുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എങ്ങനെയുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. #include iostream.h #include iostream എന്ന് എഴുതിയിട്ടുണ്ട്. .h ഇല്ല. ഹെഡർ ഫയൽസിന്റെ ഒരു പ്രത്യേകതയാണ് .h എന്നുള്ള എക്സ്റ്റൻഷൻ. നമുക്ക് ഇവിടെ എഴുതുമ്പോൾ ജീനി C++ വരുമ്പോൾ ഈ .h എന്നുള്ള എക്സ്റ്റൻഷൻ ആവശ്യമില്ല. ടർബോ C++ ലൊക്കെയാണ് .hന്റെ ആവശ്യം വരും കേട്ടോ, അതൊന്നും ഓർത്തിരിക്കുക. അപ്പൊ ഈ #include iostream എഴുതിയിട്ടുണ്ട്. താഴെ യൂസിംഗ് നെയിം സ്പേസ് std, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള std എന്നുള്ള നെയിം സ്പേസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇന്റ് മെയിൻ അവിടെ സ്ട്രക്ചറിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. അതിനുശേഷം ഒരു ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റും ഏറ്റവും താഴെ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റും കാണാം. അതിന്റെ ഇടയിൽ എഴുതിയിരിക്കുന്നത് Cout എന്നുള്ളത് എന്താണ്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് ആണ് Cout എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് ചെയ്യാനാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ഇൻപുട്ട് ഒന്നുമില്ല, ഒരു മെസ്സേജിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? Coutന്റെ കൂടെ ഒരു സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിറ്ററൽസിൽ പഠിച്ചിരുന്നു, 4 പ്രധാനപ്പെട്ട കോൺസ്റ്റന്റുകളെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Cout ഹലോ വെൽക്കം ടു C++ എന്നുള്ള ഒരു മെസ്സേജ്. അതിനുശേഷം താഴെ റിട്ടേൺ 0 എന്നുള്ളത് കൊടുത്തിരിക്കുന്നു.
ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ, ഈ പ്രോഗ്രാം റൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഹലോ വെൽക്കം ടു C++ എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ക്ലിയർ? അതേപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് ആഡിങ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള ഒരു പ്രോഗ്രാം. അതുകൂടെ ശ്രദ്ധിക്കാം. മുകളിൽ നേരത്തെ ഹെഡർ ഫയൽ തന്നെയാണ്, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം തന്നെയാണ്, യൂസിങ് നെയിം സ്പേസ് std അതേപോലെ തന്നെയുണ്ട്, ഇന്റ് മെയിൻ അതും അതേപോലെ തന്നെയുണ്ട്. അതിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കുക, എഴുതി കൊടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വേരിയബിളുകൾ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ പ്രോഗ്രാമിൽ നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേരിയബിൾ ഡിക്ലറേഷൻ ഇല്ല, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ല, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ല. ആ ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഇവിടെ ആദ്യം വരുന്നത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റ് num1, num2, sum. 3 വേരിയബിളുകൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഇന്റിജർ ഡാറ്റ ടൈപ്പിൽ num1 എന്ന ആദ്യത്തെ വേരിയബിളിന്റെ പേര് കൊടുക്കുന്നു, രണ്ടാമത്തേന് num2 എന്ന പേര് കൊടുക്കുന്നു, മൂന്നാമത്തേതിന് സം എന്ന പേര് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, cout enter 2 numbers. അതായത് യൂസറിനോട് പറയുകയാണ് enter 2 numbers, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം യൂസറിന് കൊടുക്കണം. അല്ലെങ്കിൽ യൂസറിന് അറിയാൻ പറ്റില്ലല്ലോ 2 നമ്പർ ആണോ 10 നമ്പർ ആണോ 5 നമ്പർ ആണോ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് enter 2 numbers. അപ്പൊ ഇത് കാണുമ്പോൾ യൂസർ എന്ത് മനസ്സിലാവും, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് വന്നു. അപ്പൊ കീബോർഡിൽ നിന്നും ഏതെങ്കിലും 2 നമ്പേഴ്സ് അവിടെ എൻ്റർ ചെയ്യും. കീബോർഡിൽ നിന്നും എൻ്റർ ചെയ്യുന്ന ആ 2 നമ്പറിനെയും എനിക്ക് num1 എന്നുള്ള വേരിയബിളിലേക്കും num2 എന്നുള്ള വേരിയബിളിലേക്കുമാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. cin num1 എന്ന് എനിക്ക് എഴുതാം, അതിനുശേഷം cin num2 എന്ന് എഴുതാം. ഇത് രണ്ടും ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റുകൾ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ അവസാനം പഠിച്ച കാസ്കേഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടിനെയും കൂടെ ഒരുമിച്ച് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. cin num1 num2 ഇൻപുട്ട് ഓപ്പറേറ്റർ അതിന്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. അപ്പം cin num1 num2 എന്ന് എഴുതുമ്പോൾ ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ num1 എന്നുള്ള വേരിയബിളിലേക്കും രണ്ടാമത് എൻ്റർ ചെയ്യുന്ന വാല്യൂ num2 എന്നുള്ള വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2. ഞാൻ മുമ്പ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരുന്നു സം എന്ന് പറയുന്നു. ആ വേരിയബിളിന്റെ വാല്യൂ ആയിട്ട് എനിക്ക് ഇനി കൊടുക്കേണ്ടത് എന്താണ്? അപ്പൊ നമ്മൾ ആദ്യം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതി, അതിനുശേഷം ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി, അതിനുശേഷം ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി. ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2. num1 എന്നുള്ള വേരിയബിളിലുള്ള വാല്യൂവും num2 എന്നുള്ള വേരിയബിളിലുള്ള വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ സം എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പൊ num1ലുള്ള വാല്യൂവും num2ലുള്ള വാല്യൂവും കൂടെ ആഡ് ചെയ്ത് അത് സമ്മിലേക്ക് കിട്ടും. ഇനി അത് ആ വേരിയബിളിൽ വെച്ചാൽ പോരാ, കാരണം ഈ നമ്പർ കൊടുത്ത യൂസറിന് അത് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണണം. അപ്പൊ അത് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു cout സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതണം. അതെങ്ങനെ എഴുതാം? cout സം ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ റിസൾട്ട് ഈസ് ഈക്വൽ ടു, എങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? കാസ്കേഡ് ചെയ്തിട്ട് സമ്മിലെ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യുക. അവിടെയും കാസ്കേഡിംഗ് ആണ്. ഈ ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേറ്റ്മെന്റ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഒരു മെസ്സേജും ഒരു വാല്യൂയും കൂടെ കാസ്കേഡ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരുന്നു. അപ്പൊ ഒരു മെസ്സേജ് സ്ട്രിംഗ് കോൺസ്റ്റന്റ് കൊടുക്കുന്നു, അതിനുശേഷം കാസ്കേഡ് ചെയ്തിട്ട് ഏത് വേരിയബിളിലെ വാല്യൂ ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ വേരിയബിളും അവിടെ കൊടുക്കുന്നു. അപ്പം റിസൾട്ട് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കാസ്കേഡ് ചെയ്തിട്ട് സം എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പം നമുക്ക് ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ നടന്നു കഴിയുമ്പോൾ, അതിനുശേഷം റിട്ടേൺ സീറോ ഉണ്ട്, അത് പറഞ്ഞില്ല എന്ന് മാത്രം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ആദ്യം തന്നെ കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റർ 2 numbers എന്നുള്ള മെസ്സേജ് ആണ് യൂസർ ആദ്യം കാണുക. അപ്പൊ യൂസറിന് മനസ്സിലായി 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യണം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? കീബോർഡിൽ നിന്നും 2 വാല്യൂസ് എൻ്റർ ചെയ്യുന്നു. സപ്പോസ് 10, 20 എന്നുള്ള 2 വാല്യൂസ് എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. അദ്ദേഹം 10 എന്ന് എൻ്റർ ചെയ്ത് എൻ്റർ കീയോ സ്പേസ് ബാറോ അടിക്കുന്ന സമയത്ത് അത് num1 എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടു. അതിനുശേഷം 20 എന്നുള്ള വാല്യൂ അടിച്ച് എൻ്റർ കീയോ സ്പേസ് ബാറോ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് num2 എന്നുള്ള വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യപ്പെട്ടു. ക്ലിയർ? ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ ആക്റ്റീവായി. അതിനുശേഷം സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2 എന്ന് പറയുമ്പോൾ num1ലുള്ള 10ഉം num2ലുള്ള 20ഉം കൂടെ ആഡ് ചെയ്ത് 30 എന്നുള്ള വാല്യൂ സം എന്നുള്ള മൂന്നാമത്തെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടു. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്യുന്നത്? വീണ്ടും ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. റിസൾട്ട് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സമ്മിലെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പം നമുക്ക് മോണിറ്ററിൽ എന്ത് ഡിസ്പ്ലേ കിട്ടും? റിസൾട്ട് ഈസ് ഈക്വൽ ടു 30 എന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ മോണിറ്ററിൽ കംപ്ലീറ്റ് ഉള്ള വാല്യൂ എൻ്റർ 2 numbers എന്ന് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്ത 10ഉം 20ഉം എന്നുള്ള 2 വാല്യൂസും അവിടെ കാണാം. അതിന്റെ താഴെ റിസൾട്ട് ഈസ് ഈക്വൽ ടു 30 എന്നുള്ള വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 2 പ്രോഗ്രാംസ് ആണ്. ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമും, ഒന്ന് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമുമാണ്
ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവേത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഫോക്കസ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തി പറയുന്നുള്ളൂ. അവിടെ ഫോക്കസ് പോയിന്റിൽ കൂടുതൽ പ്രോഗ്രാമിങ്ങിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ചുരുക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവേത് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്ലാസ്സിന്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.